ഇവിടെ legal support is like very bad. System is very bad. ഇത്ര പ്രാവശ്യം ഞാൻ കോർട്ട് പോയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഒരു 15 പ്രാവശ്യമെങ്കിലും ഇതിന്റെ കേസ് ഐ വോണ്ട് ദിസ് കേസ് ടു ഗോ ടു ട്രയൽസ്. ഐ ഡിഡ്ന്റ് ആസ്ക് ലൈക്ക് ഇറ്റ്സ് ഓക്കെ, ഐ അക്സെപ്റ്റഡ് ഇറ്റ് ബിക്കോസ് ലോഡ് അണ്ടറിൽ എന്തുവരും ഞാൻ അക്സെപ്റ്റ് ചെയ്യും. ഇവിടുത്തെ പോലീസുമാർ എന്തിനാണ് ഈ എപ്പോഴും ദേ കം ഫോർ സെറ്റിൽമെന്റ്, ദേ കം ഫോർ ബ്രൈബ്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അവന് നന്നായിട്ട് അറിയാം അവൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഇറ്റ് വാസ് ദാറ്റ് വി വർ ഇൻ ലവ് ആൻഡ് മാനിപ്പുലേറ്റഡ്. കേരള ഗവൺമെന്റ് ആയിക്കോട്ടെ, ഇല്ല കേരള ലോ ഓർ കേരള പോലീസ് ആർ നോട്ട് സപ്പോർട്ടിങ് അറ്റ് ഓൾ. അതിനെ ഞാൻ എന്തിനു പ്രതികരിക്കും എന്നുള്ളത് ഐ ഹാവ് ടു തിങ്ക്, ഐ ഹാവ് ടു ഫൈൻഡ് സം വേ. Someone who is having so much of fame, so much of influence, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അറ്റ്ലീസ്റ്റ് ഒരു 150 മെസ്സേജസ് ആൻഡ് തിങ്സ് ലേഡീസ് അയച്ച പിക്ചേഴ്സ് ആണ്. ബ്രൂസസ്, അവരുടെ കയ്യിലുള്ള ബ്രൂസസ്, മുഖത്തിൽ പൊട്ടിയ, മൂക്കിൽ വന്ന ചോര. ഐ ഡോണ്ട് കെയർ അബൌട്ട് ഹൂഎവർ ഇസ് മൈ ഓപ്പോസിറ്റ്, ഓപ്പോസിഷനിൽ നിൽക്കുന്ന ആരാ എന്താ ഞാൻ നോക്കത്തില്ല. ബീങ് മീ, ദാറ്റ് ഇസ് ജസീല. ജസീല എന്നുള്ള ഞാൻ ഉള്ളില് ഐ എം സ്ട്രഗ്ലിംഗ് ടു ലിവ് മൈ ലൈഫ്. ഓക്കെ, ഡെയിലി ഞാൻ കിടന്നുറങ്ങുമ്പോൾ കരഞ്ഞിട്ടായിരിക്കും കിടന്നുറങ്ങുന്നത്. ബട്ട് എവറി ഡേ ഐ എം വേക്കിംഗ് അപ്പ് ആൻഡ് വെൻ ഐ എം ഗോയിങ് ടു വർക്ക് ഐ ഷുഡ് ആക്ട് ആസ് ദാറ്റ് പെർട്ടിക്കുലർ ക്യാരക്ടർ ദാറ്റ് ഐ ആം. പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്ക് നമ്മുടെ ലൈഫ് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടും എൻജോയബിൾ ആയിട്ടും ഭയങ്കരമായിട്ട് എന്തെല്ലാം തോന്നും. ബട്ട് വെൻ ഇറ്റ് ഇസ് ജസ്റ്റ് കംസ് ടു മൈ സെൽഫ് ആൻഡ് മീ, സെൽഫായിട്ട് നിങ്ങളെ സെൽഫ് വിചാരിക്കാതെ ഫ്രം മൈ സൈഡ് വാട്ട് എവർ ഹാപ്പൻ എന്ന് പറഞ്ഞിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഹെൽപ്പ് മീ ഔട്ട്. The thing is that ഇവിടെ legal support is like very bad. System is very bad. And എത്ര പ്രാവശ്യം ഞാൻ കോർട്ട് പോയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഒരു 15 പ്രാവശ്യമെങ്കിലും ഇതിന്റെ കേസ് ഐ വോണ്ട് ദിസ് കേസ് ടു ഗോ ടു ട്രയൽസ്. ഐ ഡിഡ്ന്റ് ആസ്ക് ലൈക്ക് എനിക്ക് ന്യായം വേണമെന്നോ ഇല്ലെങ്കിൽ ഐ വോണ്ട് ജസ്റ്റിസ് ആൻഡ് ഇറ്റ് ഹാപ്പൻ ടു മീ ആൻഡ് പണിഷ്മെന്ന് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. ഐ വാസ് ജസ്റ്റ് ടെല്ലിങ് ദ കോർട്ട് ടു ചെക്ക് ദ വാലിഡേറ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് സംഭവിച്ചത്, അത് കൊടുത്ത് നോക്കിയിട്ട് അത് just let it go for trial. If you find that he is guilty, let him. If you argue that if not, it's okay. I accepted it because Lord and endurum ഞാൻ accept ചെയ്യും. അത് ഒരു I know like how I am my and how I suffered and he knows better. അവന് നന്നായിട്ട് അറിയാം അവൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. And it is just mistake എന്നുള്ളതും അവന് നന്നായിട്ട് അറിയാം. But thing was that we were in love and manipulated. എന്നെ എമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യാൻ ഈസി ആയിരുന്നു ബിക്കോസ് ഐ വാസ് വെരി മച്ച് കമ്മിറ്റഡ് ടു ഹിം. സോ ഈവൻ ആഫ്റ്റർ ദിസ് ഇൻസിഡന്റ് ഐ വാസ് വിത്ത് ഹിം ഫോർ സം ഡേയ്സ് ആൻഡ് ഈവൻ ദോ ഐ വാസ് പ്രൊട്ടക്ടിങ് ഹിം ബിക്കോസ് ഹി വാസ് ടെല്ലിങ് മീ ദാറ്റ് ഹി ഈസ് ഗോണ ഡൈ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നെ പഠിപ്പിക്കുകയായിരുന്നു. സോ അറ്റ് ദ സെയിം ടൈം ഐ വാസ് ലോഞ്ചിങ് വൺ ഓഫ് മൈ ഇത് അത്ലേഷ്യ വെയർ, ഒരു വിമൻസ് അത്ലേഷ്യ വെയർ ലോഞ്ച് ചെയ്യുമായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഇവൻ എന്നെ വിളിച്ചിട്ട് ഭയങ്കര പ്രഷർ, പോലീസ് പ്രഷർ. ആൻഡ് ഐ റിയലി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ആൻഡ് വിത്ത് യു ആസ് ബീങ് എ ഫ്രണ്ട് എന്നുള്ള കൺസിഡറേഷൻ വെച്ചിട്ട് ഞാൻ ഈ ഇന്റർവ്യൂവിൽ ചോദിക്കുകയാണ്, ഇവിടുത്തെ പോലീസുമാർ എന്തിനാണ് ഈ എപ്പോഴും ദേ കം ഫോർ സെറ്റിൽമെന്റ്, ദേ കം ഫോർ ബ്രൈബ്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ആൻഡ് ഇൻ ദിസ് എറ ഓൾസോ ദർ ആർ പീപ്പിൾ ഹു ട്രൈ ടു ഇപ്പൊ ഞാൻ വിക്ടിമാണ്, സോ ആൾ അക്യൂസ്ഡ് ആണ്. സോ ഇങ്ങനെ നമ്മുടെ തമ്മിൽ വന്നിട്ട് ഇടപെട്ടിട്ട് നിങ്ങളൊരു കോംപ്രമൈസിന് വാ, ഇത്ര പൈസ ഞാൻ ഒപ്പിച്ചു തരാം, ഇത് ഞാൻ ചെയ്തു തരാം, ഇത് ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്. I never asked for money. In the initial stages, I never asked for money. Okay, so എനിക്ക് വേണ്ട apology letter മതിയെന്ന്. And there was a person who retired right now in Park police station. He was trying to be a mediator and create, sorting out all the things. I have all the voice note that he spoken to his parents, that guy's parents, and the parents spoke to the police. So അങ്ങനത്തെ ഇന്റർഫിയറൻസ് ചെയ്ത എല്ലാ എവിഡൻസും ഞാൻ കോർട്ടിന് കൊടുത്തിട്ട് പോലും കോർട്ട് വാസ് നോട്ട് അക്സെപ്റ്റിംഗ് just because that power, money. Okay, and 1 year I didn't work. It was very tough for me. I live in a rented apartment. It was very like financially I suffered, emotionally I suffered, and I had to go for psychiatrist and therapies for like every month, and I used to spend around 8,000 rupees for all my medicines and everything. Then I got to know, actually physical allade, mentally allade, even financial struggles were also there. So I actually made my lawyer talk to like എന്താ പറയാ കോർട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. Still my lawyers were coming here and they were telling me to settle the matter out of the court. അത് എനിക്ക് റെഡി അല്ല. ഐ എം നോട്ട് റെഡി.
So whatever happened should be documented. Whatever whoever has done the mistake, they have to be punished if it has been proved. And I'm asking that കോർട്ട് ഇന്നിന് ഇത്ര ഡിലേ ചെയ്തോണ്ടിരിക്കും. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ദർ വാസ് ആക്ച്വലി December 9th കോർട്ടിടെ ഒരു ഹിയറിംഗ് ഉണ്ടായിരുന്നു. അത് എങ്ങനെ മാറ്റി എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് 26th ഒരു 3 ഹിയറിംഗ് ഉണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല എങ്ങനെയാണ് ഹിയറിംഗ് ഹാപ്പൻ ലൈക്ക് വിത്തൗട്ട് മീ. ആൻഡ് lawyers are not coming to me. They were thinking that then they are asking, demanding money. ഇത്ര വേണം അത്ര വേണോ, ഇല്ലെങ്കിൽ അത് ചെയ്യുള്ളൂ ഇത് ചെയ്യുള്ളൂ. So case is still stuck. Going nowhere, but he's free. He's doing all the parties and he's going here and there free. എനിക്കാണെങ്കിൽ ഫ്രസ്ട്രേഷനും ഉണ്ട്. ആൻഡ് ഐ ഹാവ് ലൈക്ക് എന്താണ് ഈ പോലീസും ഇവിടുത്തെ, അപ്പോഴാണ് എനിക്ക് കേരള എന്ന് പറയുമ്പോൾ ഒരു ദേഷ്യം വരുന്ന ഒരു സംഭവമാണ്. വാട്ട് ഈസ് ദിസ് എന്താ പറയാ, ലോ ആൻഡ് പോലീസ് ആർ ഡൂയിങ്. ദേ ഡോണ്ട് ലൈക്ക് ഈച്ച് അതർ. ഇവരൊന്ന് പറയുന്നു അവരൊന്ന് പറയുന്നു, ഇവർ പറയുന്ന അവർക്ക് ഓക്കെ അല്ല, അവർ പറയുന്നത് ഇവർക്ക് ഓക്കെ അല്ല. വാട്ട് ഐ വോണ്ട് ഇസ് ലൈക്ക് what really have to happen in the case. അത് നടക്കുന്നില്ല. അതിൽ എനിക്ക് ഭയങ്കര ദേഷ്യമുണ്ട് കേട്ടോ കേരളത്തോട്. കർണാടക ആണെങ്കിൽ ഇങ്ങനെ ഒന്നും നടക്കത്തില്ല, ഉറപ്പായിട്ട് നടക്കില്ല. ബിക്കോസ് കർണാടക ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ എന്ത് കേസ് വന്നാലും പോലീസ് വിൽ ബി വെരി സ്ട്രോങ്, law will be very good enough to handle the situation. Here lawyers are very scared to face the another lawyer. Opposite ഉള്ള ലോയറിനെ പിന്നെ ഫേസ് ചെയ്യാൻ ഭയങ്കര പേടിയാണ് ഇവിടുത്തെ. ഈവൻ ഫോർ ജഡ്ജസ്, I can actually mention their name. I don't know, like Pradeep Kumar sir എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, ആൻഡ് ഗിരീഷ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. I don't know, I think they were all very scared of the opposition, opposition ആയിട്ടുള്ള വിജയ് ബാനു എന്ന് പറഞ്ഞ ലോയറിനെ. Okay, and they were like ഫോൺ വിളിച്ചിട്ട് പറയാണ് കേസ് നമ്പർ മാറ്റി വെക്കാൻ. ആൻഡ് they were so like brave. അവിടുന്ന് എന്റെ കേസ്, എന്റെ ഇന്ന് ഹിയറിംഗ് ഞാൻ കോർട്ട് പോവാണ്, അവിടുത്തെ ഒന്ന് വിളി പോവാണ് അവരെ ലൈക്ക് കോർട്ട് മാസ്റ്റർ ദാറ്റ് ഇവരുടെ കേസ് ഇന്ന് ഹിയറിംഗിന് റെഡി അല്ല, വി വാണ്ട് സം ടൈം. ആൻഡ് മൈ ലോയേഴ്സ് ടു കം ടു മീ ആൻഡ് സേ അവർ അപ്പിയർ ആയില്ല, സോ ഇന്നില്ല കേസ് ഇല്ല, നെക്സ്റ്റ് വീക്കിനായി, 3 മാസം കഴിഞ്ഞിട്ടായി, 1 മാസം കഴിഞ്ഞിട്ടായി. ദെൻ വെക്കേഷൻ കംസ്. സോ വെക്കേഷൻ വന്നുകൊണ്ടിരിക്കുമ്പോഴും ജഡ്ജസ് മാറാണ്. അഗെയിൻ ദ ന്യൂ കേസ്. പിന്നെയും ജഡ്ജിനെ മുന്നേ പിന്നെയും പോയി എല്ലാം പറയണം. ആൻഡ് ഞാൻ തന്നെ പോയി 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ ജഡ്ജസ് പറഞ്ഞ കാര്യം, ഡോണ്ട് കം ടു ദ കോർട്ട്. ഇഫ് യു കം ടു ദ കോർട്ട് ഐ അഡ്ജൻ ദിസ് മാറ്റർ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ആരോടെ പോകണ്ട, ആരോടെ ചോദിക്കണ്ട. ലോയേഴ്സ് ആർ നോട്ട് ഡൂയിങ് ദയർ വർക്ക്. പോലീസ് ദേ ആർ നോട്ട് ഡൂയിങ് ദയർ വർക്ക്. ദേ ആർ കമ്മിങ് ഫോർ ലൈക്ക് ബ്രൈബ് ഇൻ ദിസ് തിങ്സ്. ഇനി ആരോടെ ചോദിക്കണം, ഐ ഡോണ്ട് നോ. ഇനി ലാസ്റ്റ് ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഇനി എന്താ CM നോടാണോ ഞാൻ ഇത് ചോദിക്കണ്ടേ? I don't know whom to ask. So I'm in this interview also I'm saying, so whoever can help me out in this and sort this out without even expecting that in the like self-ആയിട്ട് നിങ്ങളെ സെൽഫ് വിചാരിക്കാതെ from my side whatever happened എന്ന് പറഞ്ഞിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ please help me out. ഇൻസ്റ്റാഗ്രാമിലോ എങ്ങനെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. That's I'm okay with. Okay. Yeah. So but ഇപ്പൊ ആസ് യു സൈഡ്, ഇപ്പൊ ഈസ് ഇറ്റ് സോ ബാഡ്? കാരണം ഇപ്പൊ എല്ലാവരും പറയും വെൻ യു ആർ ഒരു സിസ്റ്റത്തിന്റെ ഒരു പാർട്ട് ആവുമ്പോൾ യു വിൽ കം ടു നോ ഹൗ കോംപ്ലിക്കേറ്റഡ് ഇറ്റ് ഈസ്. വിമൻസിന് ഭയങ്കര ഇത് കിട്ടുന്നു പറയാൻ വരുന്നത്, അതല്ലേ പറയാൻ വന്നത്? നോ വേ, ദേ വിൽ മേക്ക് us like run here and there. എത്ര പ്രാവശ്യം ഞാൻ പോലീസ് സ്റ്റേഷൻ പോയിട്ടുണ്ട്. So they were like, just to know who am I, they have called me to police station. Okay, so അപ്പോ ഈ പ്രോഗ്രാമിലുള്ള ആള് തന്നെയാണോ അല്ലേ? They took photos with me. ഞാൻ അത്ര മെന്റൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കംപ്ലൈന്റിൽ അയ്യോ സ്റ്റിച്ചൊക്കെ വെച്ചിട്ട് നിൽക്കുക. അറ്റ് ദ ടൈം ദേ വോണ്ട് ജസ്റ്റ് ടു നോ ദാറ്റ് ഹൂ ഇസ് ദ പേഴ്സൺ. ഞാൻ തന്നെ ആണോ ഈ ടമാർ പടാറിൽ സ്റ്റാർ മാജിക്കിലുള്ള ആള് എന്ന് അറിയാൻ വേണ്ടിട്ട് വിളിക്കുന്നു. പിന്നെ അത് കൊടുക്കാൻ ഇത് കൊടുക്കാൻ ദേ വർ നോട്ട് റെഡി ടു ടേക്ക് എനി എവിഡൻസ് ഫ്രം മീ. സോ ഐ ടുക്ക് ഓൾ ദ വീഡിയോസ് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്, എല്ലാം ഉണ്ടായിരുന്നു. അവരെടുക്കാൻ റെഡിയല്ല. ദേ വർ സെയിങ് ദാറ്റ് why are you giving all this evidence? It's like ഇങ്ങനെയാണ്, ഇങ്ങനെ അതൊക്കെ അങ്ങനെ ആയിട്ട് പോകും, അങ്ങനെ പോകും. 10 വർഷം ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ലെറ്റ് ഇറ്റ് ഗോ. സോ അവർക്ക് എന്താണ് പ്രശ്നം? they have to do their work, that's all. 10 വർഷം ആണെങ്കിൽ I'll take this risk, that's okay. 10 വർഷം ആണെങ്കിലും I'll get justice എന്നാണെങ്കിൽ it's okay, fine. സോ ഇവര് അത് കൊടുക്കണ്ട എന്നുള്ളതും എവിഡൻസ് കൊടുത്തില്ലായിരുന്നു. ഇൻ ഫ്രണ്ട് ഓഫ് ദി ജഡ്ജ് ഐ ടോൾ ടു ദി ജഡ്ജ് ദാറ്റ് ഇവരെല്ലാവരും ബ്രൈബ് ചെയ്യാണ്, സോ അവരെ വീട്ടിൽ നിന്ന് വിളിക്കുന്നു, അതൊക്കെ എനിക്ക് കേൾപ്പിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, സെക്ഷൻസ് മാറ്റുന്നു, അങ്ങനെ ഇങ്ങനെ കുറെ സെക്ഷൻസിൽ അവർ എന്തൊക്കെ ചെയ്യുന്നു. സോ ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദി ഇൻവെസ്റ്റിഗേഷൻ വാട്ട് ദേ ഹാവ് ഡൺ. സോ ഈവൻ ദോ സീയിങ് ഓൾ ദ ബ്ലഡ് സ്റ്റെയിൻസും എവറിത്തിങ്, സോ അവിടെ ഒരു പ്രൊഫൈലിൽ ആ ഒരു FIR-ലോ ഇല്ല ചാർജ് ഷീറ്റിലോ വന്നിരിക്കുന്ന എഴുതിയിരിക്കുന്ന രീതിയൊക്കെ ഭയങ്കര ഡിഫറെന്റ് രീതിയിലാണ്. ദാറ്റ് അവന് ഇതിന്ന് മാറിപ്പോകാനുള്ള എല്ലാ ലൂപ്പ് ഹോൾസ് കൊടുത്തിട്ടാണ്. സോ
I'm not happy with what actually they are doing. And one time a person, the same person, ഒരു മീറ്റിംഗ് ഉണ്ട്, ഒന്ന് അർജന്റായിട്ട് വരണമെന്ന് തന്നെ വിളിച്ചിട്ട് കഫേയിൽ സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ഒരു ഫർണിച്ചർ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് വേർ ദർ വാസ് നോ ക്യാമറ. ഹീ സ്പോക്ക് ടു മീ, പുട്ട് ദാറ്റ് അതർ ദ അക്യൂസ് ഗൈയുടെ അമ്മയുടെ ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ട് എങ്ങനെ സോർട്ട് ചെയ്ത് തരണം, ഫോർ ഹൗ മച്ച് മണി ദറ്റ് ദേ ആർ ഓക്കെ വിത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മുന്നിൽ സംസാരിച്ചു. ആൻഡ് ദെൻ ഹി ആസ്ക്ഡ് മീ എത്രക്ക് വേണം, എത്രക്ക് സെറ്റിൽ ചെയ്യണം, യു ടെൽ മീ വാട്ട് എമൗണ്ട് യു വാണ്ട്. ഞാൻ പറഞ്ഞു ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ്, എനിക്ക് വേണ്ട, എനിക്ക് മണിയല്ലേ, എനിക്ക് അവൻ അപ്പോളജി ചെയ്തണം, അത്ര മതി. ദെൻ ഹി വാസ് സെയിങ്, see money, you should take money for this, so you should not be leaving the case just like that. ഞാൻ എടുക്കണം, എടുത്തിട്ട് വെറുതെ കളഞ്ഞേക്ക് പൈസ, കുഴപ്പമില്ല, or give it to people that who are in need, it's okay, but take the money, you should not leaving the case. ഇത് അത്ര വലിയ കേസാണ്, ഇത്ര വലിയ കേസാണ്. So then also I said, no sir, I'm not ready for it. Okay. അപ്പോഴത്തേക്ക് he just got scared and he was like, in future എപ്പോഴെങ്കിലും ഇത് സെറ്റിൽമെന്റ് ആവണമെന്നുണ്ടെങ്കിൽ you come to me and എനിക്കതിലൊരു കുറച്ച് ഷെയർ തന്നാൽ മതി, കുഴപ്പമില്ല എന്ന്. If he is so dare to say it, why am I, scared to say it on the camera? I'm dare enough to say it on the camera right now, that I'm not mentioning his name. Ippa venda, samay varumbodhekkum I'll definitely mention his name and picture also. And yeah, idokke njan samsarikkathillayirunnu December-il, November-ilokke. When I felt that justice is not being served and my voice has not been heard, appoളാണ് ഞാൻ ഓൺലൈനിലും ഇൻസ്റ്റാഗ്രാമിലും അത് പറഞ്ഞേക്കാം. It is out of my league. ടൈം കഴിഞ്ഞു പോയി, ടൈം കഴിഞ്ഞ് ഒരുപാട് എത്തി. ഇറ്റ് ഈസ് നോ വെയർ ഗോയിങ് എനിവെയർ, നത്തിങ്. എല്ലാ ഇയറിംഗ് മാറ്റി മാറ്റി പോവാ, പറയാനുള്ള വോയിസ് പോലും തരുന്നില്ല അവർ, പറയാനുള്ള ചാൻസ് പോലും കിട്ടുന്നില്ല. സോ ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു. വാട്ട് ഹാപ്പൻ? നത്തിങ് ഹാപ്പൻ. 1 crore some people have been seen that. ഒന്നും നടന്നില്ല. സോ ഇപ്പോഴും ഒന്നും നടന്നില്ല, ഒന്നും നടക്കുന്നുമില്ല. ഇനി June 16 my case is there. I'm gonna see how it's gonna happen. If not, I'll take another, the further procedures, whatever it is. Because Kerala government ആയിക്കോട്ടെ, ഇല്ല Kerala law or Kerala police are not supporting at all. അതിനെ ഞാൻ എന്തിനു പ്രതികരിക്കും എന്നുള്ളത് I have to think, I have to find some way. അത്രേ ഉള്ളൂ, അതൊന്നേ ഓപ്ഷൻ ഉള്ളൂ എനിക്ക്. Yeah. അപ്പൊ കേസ് you could have escalated അല്ലേ? ഇപ്പൊ are escalated where police is not supporting you, lawyer they are scared, judges they are also scared, or they are juniors of this opposition, the lawyer. Then who will actually support, who will escalate, who will, from where will, to whom? ആ ക്വസ്റ്റൻ എനിക്ക് അതാ പറഞ്ഞു, ഇതിന് I have to find out, ഇനിയും I need support, I want to know that ഇനി ആർക്കാണ് എസ്കലേറ്റ് ചെയ്യേണ്ടത് എന്ന്. Yeah, I'm in that kind of situation right now. അപ്പോൾ ഇതിലിപ്പോൾ ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഇപ്പോൾ someone who is having so much of fame, so much of influence ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തായിരിക്കും എന്നല്ലേ? എനിക്ക് ഈ ഒരു ഇഷ്യൂ ഞാൻ പുട്ട് ഔട്ട് ചെയ്ത പിന്നെ എനിക്ക് വന്ന ഒരു അറ്റ്ലീസ്റ്റ് ഒരു 150 മെസ്സേജസ് ആൻഡ് തിങ്സ്. ലേഡീസ് അയച്ച പിക്ചേഴ്സ് ആണ്, ബ്രൂസസ്, അവരുടെ കയ്യിലുള്ള ബ്രൂസസും, മുഖത്തിൽ പൊട്ടിയ, മൂക്കിൽ വന്ന ചോര, ചെവിയിലുള്ള ബ്രൂസസും, ഒത്തിരി കാല് ഇവിടെ ഭയങ്കരമായിട്ടുള്ള കയ്യിൽ നിന്ന് വന്ന് അടിച്ചിരിക്കുന്ന ഇതും, പിന്നെ ഇവിടെ നെക്കിലും കഴുത്ത് പിടിച്ചിരിക്കുന്ന ഒത്തിരി ഫോട്ടോസ് ഞാൻ കണ്ടിട്ട് they were telling me that they are also going through the ഇത്ര ഇതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ബട്ട് ദേ ആർ നോട്ട് ഏബിൾ ടു, അത് പുറത്ത് ഇങ്ങനെ പറയാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് ഞാനത് പറഞ്ഞതിൽ ഞാൻ ആക്ച്വലി വിചാരിച്ചു, ഞാനിങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ടായിരിക്കും കമന്റ്സ് വരാൻ പോകുന്നത്, ആൻഡ് പീപ്പിൾ വുഡ് ടേക്ക് മീ ഇൻ എ വെരി റോങ് വേ. ഞാൻ പിന്നെ ഐ വാസ് റെഡി, അപ്പോൾ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇറ്റ്സ് ഓക്കെ എന്നുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നു. ബട്ട് പീപ്പിൾസ് ഹാവ് സപ്പോർട്ടഡ് മീ എ ലോട്ട്. ആ ഒരു സമയത്ത് ലോട്ട് ഓഫ് ആക്ടേഴ്സ്, ഇപ്പോൾ ഒരുപാട് ആക്ടേഴ്സ് ആണെങ്കിലും ഒത്തിരി ആൾക്കാർ എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്തു, ഭയങ്കര സപ്പോർട്ട് ചെയ്ത് മെസ്സേജ് ചെയ്തു. ഐ എം റിയലി ഗ്ലാഡ് ടു ഓൾ ദോസ് പീപ്പിൾ ഹു ഹാവ് ആക്ച്വലി സപ്പോർട്ടഡ് മീ ഡ്യൂറിങ് ദ ടൈം ദറ്റ് വെൻ ഐ തോട്ട് ദർ ഇസ് നോ ലൈഫ് എനിമോർ ഫോർ മീ എന്ന്. ഓക്കെ, ഒത്തിരി പേര് ആ ഒരു സമയത്ത്, ഈ ഒരു ഇത്ര പേർക്ക് സത്യം പറഞ്ഞാൽ ദേ ആർ all victims, but they are not getting justice properly. They are still suffering. അവർക്ക് മുന്നോട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. എനിക്ക് പറയാൻ പറ്റി, പക്ഷെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് തന്നെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ you just think about their situations. I really felt that okay, ഇവിടെ ഒരുപാട് ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ അത് മുന്നോട്ട് വരാത്തത് അവർക്ക് അന്ന് സ്റ്റാൻഡ് ചെയ്ത് പോകാൻ പറ്റാത്തതുകൊണ്ട്. ഈവൻ ഫോർ മീ, ലോ വൈസ് പോകുമ്പോഴത്തേക്കും lot of expenses will be there. Financially we have to be committed.
So when I'm not working at all, my face was my revenue. Like my face was my identity. When it has gone and ഈ സംസാരിക്കാൻ പറ്റത്തില്ല ഒന്നും ആവത്തില്ല എന്നുണ്ടെങ്കിൽ how will I generate my revenue? How will I live my life? So how will I survive in financially? So from where will I give it to the lawyer? So അപ്പോൾ കെൽസ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് വന്നു. Okay, they told me that they'll support me. They didn't do anything. They all just like ഒരു ഫെയിം സേക്ക് നെയിം സേക്കിന് പറയണോ കൂടെ ഉണ്ട്. They didn't do support. So whoever dare, ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ ഇത്ര ആൾക്കാരുണ്ട്, ഇത്ര പേര് ഈ ബാർ കൗൺസിലുണ്ട്, ഇത്ര പേര് ലീഗലിലുണ്ട്, ലോയിലുണ്ട്. വൈ ലൈക്ക് നോട്ട് ഈവൻ ജസ്റ്റ് one lawyer is not dare enough to stand and get this issues? ലൈക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരാൾക്ക് എന്തിനാ പറയാൻ പറ്റാത്തത്? ലൈക്ക് പറയാൻ അവരെന്തിനാ ഹെസിറ്റേറ്റ് ചെയ്യുന്നത്? I was actually enrolled for law last year, okay, like പഠിക്കണമെന്ന്. I thought it's okay because it was taking time. ഇങ്ങനെ ഇപ്പൊ 1.5 വർഷം എടുത്തു. ഇനിയൊരു 3-4 വർഷം ആകുമ്പോഴത്തേക്കും എന്റെ ലോ കംപ്ലീറ്റ് ചെയ്തിട്ട് ഐ മൈറ്റ് ഹാവ് ടു ഫൈറ്റ് ഫോർ മൈ ഓൺ ജസ്റ്റിസ്. ഐ മൈറ്റ് ഡു ദാറ്റ്. ഓക്കെ, സോ ഇവിടുത്തെ ലോസ് എല്ലാവരും പേടിയാണ്. സോ ഐ ഡോണ്ട് നോ ഹു വിൽ ബി ഡെയർ ഇനഫ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദിസ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഐ വിൽ കംപ്ലീറ്റ് മൈ ലോ ആൻഡ് ഐ വിൽ ഡു ഇറ്റ് ഫോർ മൈസെൽഫ്. വാട്ട് എൽസ് ടു ഡു? I don't care about whoever is my opposite, opposition നിൽക്കുന്ന ആരാ എന്താ ഞാൻ നോക്കത്തില്ല. So whoever the person who have done the right thing, law should be with them. അത്രേ ഉള്ളൂ. Yeah. Alright. How ഇതിലിപ്പോ എങ്ങനെയാണ് how did therapy help? Oh my god, therapy didn't help me. Therapy was my kayaking. Kayaking was my therapy. I was talking to the sunlight, lake, or the river, the water, the lights that was like എന്താ പറയാ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു പിങ്ക് കളർ ആയിട്ട് കാണുന്നത്, വയലറ്റ്, all those things were talking to me എന്നുള്ളൊരു ഫീൽ. somewhere I feel that okay, they are just like പെട്ടെന്ന് ഒരു മഴ പെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഓക്കെ, കയാക്കിങ് പോയപ്പോൾ. ആൻഡ് ഐ തോട്ട് ഓക്കെ, ഇന്ന് മഴ പെയ്യുമല്ലോ, ഐ വുഡ് ബി നോട്ട് സീയിങ് ദി സൺസെറ്റ് എന്ന് ആ ഒരു സാഡായിട്ട് നിൽക്കുമ്പോൾ തൊഴുങ്ങനെ കുറച്ചിങ്ങനെ ദൂരെ പോയപ്പോഴത്തേക്കും all of a sudden I see a bright sunlight and with അതിൻ്റെ ഒരു layers ഒക്കെ ആയിട്ട് I was feeling that okay, they are actually trying to talk to me, but maybe ആ ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് പറയാൻ പറ്റുന്നില്ല. So but I was asking, can you be my boyfriend? Because you are just showing up every day, which I'm not able to do it. And every morning without even feeling any laziness, you're up. And also you're like sunset is happening, but every day you don't miss to show up. So that's why light is happening. And when it is darkness again, your friend moon is coming there, maybe to look look after me. അങ്ങനെ എന്ന് പറഞ്ഞിട്ട് കുറെ അങ്ങനത്തെ സംഭവങ്ങൾ, all these kind of poems, my own writings gave me ഒരു എന്താ പറയാ ഒരു റിലീഫ് ആൻഡ് തെറപ്പി. പിന്നെ അതുപോലെ I am actually going for a psychiatrist, like they're in IS hospital every month. It's been continuously going on. I'm under medications. I'm under like severe medications. ഭയങ്കര ഒരാൾക്ക് എൻ്റെ മെഡിക്കേഷൻസിന്റെ ലിസ്റ്റ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർ പേടിക്കും. ഹൗ am I even surviving today? ഇന്ന് ഞാൻ എങ്ങനെ അത് റെസിസ്റ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട് എൻ്റെ ബോഡി എന്നുള്ളത് പേടിക്കുമായിരിക്കും. ബട്ട് ആ ഒരു സിറ്റുവേഷനിലാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഐ എം ഏബിൾ ടു അതാണ് ആക്ച്വലി ഐ എം ഏബിൾ ടു കൺട്രോൾ മൈസെൽഫ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനും അവൻ അന്ന് എന്നെ അടിച്ചപ്പോൾ ഞാനും അടിച്ചിട്ടുണ്ടെങ്കിൽ things would have been completely different. I didn't attack him, I didn't do anything. That was all because that I know that where is my limit. And therapy, this therapy, kayaking ആണ് മെയിൻ therapy, helped me out. Then സുട്ടു എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട്, he was always motivating me. And എൻ്റെ ഫിറ്റ്നസ്, ഞാൻ what I was earlier, what I was able to do, like crazily, I was even able to fly in the air. So അത് drives me every day. So I have to get back to that. That was the therapy. അത്രേ ഉള്ളൂ. പിന്നെ I'm reading a lot. I read a lot of books. And also I started writing a book and 3 chapters complete ചെയ്തു. After a purpose fates എന്ന് പറഞ്ഞിട്ട്. So അപ്പോൾ അതായിരുന്നു എൻ്റെ 8 hours in a day I used to write and I used to think. അതായിരുന്നു സംഭവങ്ങൾ. So those were all my therapy to come back to this life. Alright. So ഇപ്പം ബിഗ് ബോസ് ഇസ് ഗോയിങ് ഓൺ ആൻഡ് ലോട്ട് ഓഫ് യുവർ ഫ്രണ്ട്സ് ബിഗ് ബോസിൽ പോയിട്ടുണ്ട്. അപ്പോൾ ബിഗ് ബോസ് ഒരു ഇൻവിറ്റേഷൻ ഉണ്ടെങ്കിൽ വിൽ യു ബി റെഡി ടു ഗോ? I don't know. I'm actually very confused. സത്യം പറഞ്ഞോ? ഞാൻ actually confused ആണ്. Because ഇപ്പോ what you are seeing me, I don't know how you see me and how do you judge me. And I don't know how people are judging me.
നമ്മൾ പുറത്ത് ജഡ്ജ് ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് ചെറിയൊരു എക്സാമ്പിൾ പറയാണ്. ഐ ഹാവ് ബീൻ എൻ ആർട്ടിസ്റ്റ്. സീരിയലിൽ അഭിനയിക്കാൻ രാവിലെ പോകും, വൈകിട്ട് വരും. കുറെ സീൻസ് ഉണ്ടാവും, അതിൽ ഞാൻ മേ ബി വില്ലൻ ആയിരിക്കാം. സോ ഒരു ചില സീൻസിൽ ഞാൻ കറഞ്ഞിട്ട് പോർട്രേ ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. ചില സീൻസ് ഭയങ്കര ചിരിച്ചിട്ട് ഇല്ല ഫോൺ കോൾ അങ്ങനെ കുറെ സംഭവങ്ങൾ വരുമായിരിക്കും. ഓക്കെ, ബീങ് മീ, ദാറ്റ് ഇസ് ജസീല എന്നുള്ള ഞാൻ ഉള്ളില് ഐ എം സ്ട്രഗ്ലിംഗ് ടു ലിവ് മൈ ലൈഫ്. ഓക്കെ, ഡെയിലി ഞാൻ കിടന്നുറങ്ങുമ്പോൾ കറഞ്ഞിട്ടായിരിക്കും കിടന്നുറങ്ങുന്നത്. ബട്ട് എവറി ഡേ ഐ എം വേക്കിംഗ് അപ്പ് ആൻഡ് വെൻ ഐ എം ഗോയിങ് ടു വർക്ക് I should act as that particular character that I am. Sania എന്നുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു ലാസ്റ്റ് ഒരു സീരിയലിൽ. I had to act as Sania. Sania didn't have this എന്താ പറയുക emotional things. She was like a very happy woman, very egoistic, very much into like psychic അങ്ങനെ. Personally Jesla is not like that. But I had to act like that. അപ്പോൾ ആ ഒരു ആ ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ, that's what actually goes on in our life. ഇപ്പോൾ പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്ക് നമ്മുടെ ലൈഫ് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടും എൻജോയബിൾ ആയിട്ടും ഭയങ്കരമായിട്ട് എന്തെല്ലാം തോന്നും. ബട്ട് വെൻ ഇറ്റ് ഇസ് ജസ്റ്റ് കംസ് ടു മൈ സെൽഫ് ആൻഡ് മീ, ഐ എം എ കംപ്ലീറ്റ് ഡിഫറെന്റ് പേഴ്സൺ. ആ ഒരു എൻ്റെ ആ കംപ്ലീറ്റ് പേഴ്സണെ മനസ്സിലാക്കിയിരിക്കുന്ന വിരലുണ്ടാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. വാട്ട് എം ഐ എൻ്റെ ഭയങ്കരമായിട്ടുള്ള ഇൻട്രസ്റ്റ് എന്താണ്. മേ ബി പീപ്പിൾ സേസ് ഓ യു മൈറ്റ് ബി വെരി പാഷനറ്റ് അബൌട്ട് ആക്ടിങ്. നോ, they might say okay you might be passionate about modeling or passion. No, it's not like that. So my things are completely different. Enike I love spending time with people. I love reading, I love writing, I love workout, fitness, learning things, and adokkയാണ് എൻ്റെ ക്രേസും അതൊക്കെയാണ് എൻ്റെ ഇൻട്രസ്റ്റ് ആൻഡ് അതൊക്കെയാണ് that's what I really want. And be good with people, do good for people. And എനിക്ക് കുറെ കുട്ടികളൊക്കെ കുറെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. സോ ഐ വോണ്ട് ഡു സംതിങ് ഇൻ സ്പോർട്സ് ഓൾസോ. അല്ലാതെയും ഒരുപാട് ചൈൽഡ് ലേബർ ആയിട്ടുള്ള വന്നിട്ടുള്ള കുറെ കുട്ടികളുടെ റെസ്ക്യൂ സെന്റർ ഇസ് ദെയർ ഇൻ ഫോർട്ട് കൊച്ചി. സോ ഐ യൂസ് ടു ഗോ ദെയർ വൺസ് ഇൻ എ വൈൽ. സോ അവർ എവിടെ നിന്ന് വന്നാൽ എന്താണെന്ന് പോലും അറിയത്തില്ല, ഡം ആൻഡ് ഡെഫ് ആയിട്ടുള്ള ആൾക്കാർക്ക്. സോ ഐ റിയലി വോണ്ട് ഹെൽപ്പ് ദീസ് കൈൻഡ് ഓഫ് പീപ്പിൾ. സോ അതൊക്കെയാണ് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ദാറ്റ് വാട്ട് ഗിവ്സ് ഇൻ മൈ ലൈഫ്. ഓക്കെ, ഇപ്പോഴും എൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞില്ല. വിൽ യു ഗോ ഓർ നോട്ട്? അതാ പറഞ്ഞേ, ഈ ഒരു സംഭവങ്ങളൊക്കെ മേ ബി മറച്ചു മറയുമായിരിക്കും എന്നുള്ള ഒരു പേടിയുള്ളത് കൊണ്ട് ഞാൻ ഇനിയും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് ഞാൻ ഇങ്ങനത്തെ ഒരാളാണ്. ഞാൻ അതാണ് പറയാൻ വന്നേ. ഞാൻ ഇങ്ങനത്തെ ഒരാളായതുകൊണ്ട് എന്റെ മനസ്സിൽ ഇതൊക്കെയാണ്. ഐ എം കൈൻഡ് ഓഫ് ഞാൻ എമോഷണലി കൈൻഡ് ഓഫ് വീക്ക് ആണ്. ബട്ട് പുറത്തുള്ള ആളുടെ മെന്റലി ഐ ലുക്ക് സോ ഡെയർ ഇനഫ്. I am in certain situations. I can control my mind. I can do like whatever that I want to do. So എവിടെ എങ്ങനെ സംസാരിക്കണം, എന്ത് സംസാരിക്കണം, what should be done, I know it very clearly. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും I don't mind going. If എൻ്റെ ക്യാരക്ടർ മാനിപ്പുലേറ്റ് ആവും എന്ന് വിചാരിക്കുമ്പോൾ I never want to do that. സോ അത് ഒരിക്കലും എനിക്ക് താല്പര്യമില്ല എൻ്റെ ക്യാരക്ടറിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. My character is this and I want to stand on that particular character. If so, I'm ready for it. Whoever comes, I don't care. All right. അപ്പോൾ what is happening, what is the future like? എന്താണ് മൂവീസ്, obviously മൂവീസ് ഉണ്ട്, സീരിയൽസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഒരു ഫാർ ഫ്യൂച്ചർ? what are you seeing? Futurely, at the earliest, I want to reduce my weight. Okay. I want to get back to my fitness life. And I want to get back to my lifestyle what I was earlier, continuing. അത് എൻ്റെ ഒരു ബുക്ക് ഞാൻ എഴുതുന്നുള്ളത് അത് കംപ്ലീറ്റ് ചെയ്യണം. ആൻഡ് ഐ വോണ്ട് ടു ആക്ച്വലി എന്താ പറയുക, സ്പോർട്സിൽ ഒന്നുകൂടെ ഒന്ന് ആക്റ്റീവ് ആവണം. വോണ്ട് ടു ഡു സംതിങ് ഇപ്പോൾ ഒരു മൂവി ഇറങ്ങാനുണ്ട്, ക്രൈം 302 എന്ന് പറഞ്ഞിട്ട്. സോ ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് ഓൾസോ. ആൻഡ് അതർ ദാൻ ദാറ്റ് ഇപ്പോൾ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുന്നത് ഐ വോണ്ട് ടു സ്പെൻഡ് സം ടൈം വിത്ത് മൈ ഫാമിലി ആൻഡ് ഗോ അറൗണ്ട് ആൻഡ് ടേക്ക് ദം അറൗണ്ട്. അത് ആൻഡ് ഐ എം സ്റ്റിൽ ഫിഗറിംഗ് ഔട്ട് like about the relationship, just like that. It's sidely going on. But futurely ഒരുപാട് വർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ I want to do എന്നുള്ളതുണ്ട്. So these are all my future plans and some business things were also actually going on. So ഇതൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്. അമേസിങ്. അപ്പം ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ പോട്ടെ എന്ന് we are wishing, and thank you so much for this really means a lot. And all the best with your future. Thank you so much, Jasila. Thanks a lot. Thank you.